ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എനിക്ക് ഇവിടെ ഒരു വലിയ ഒരു ബിൽഡിംഗ് ഉണ്ട്. നിങ്ങൾ ശരിക്കും സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയാം. അതിന്റെ വാടക കിട്ടേണ്ട ഒരാളുടെ അവകാശി, വാടകയുടെ അവകാശി. ആ വാടകയുടെ അവകാശി അദ്ദേഹത്തിന് ആ വാടക കിട്ടാനുള്ള അവകാശമല്ലേ? അവകാശം ചോദിക്കൽ യാചനയല്ലല്ലോ. അങ്ങനെ ഇറങ്ങാൻ പറയും അവകാശം ചോദിക്കൽ യാചനയാണ്. സക്കാത്ത് അവകാശമാണോ അല്ലെങ്കിൽ ഔദാര്യമാണോ? മൗലവിമാര് മറുപടി പറയണം. സക്കാത്ത് അല്ല പറഞ്ഞത് ഹഖ്ഖുൽ ലിസാഇലി വൽ മഹ്റൂം. അതെ, സക്കാത്തിന് വേണ്ടി ചോദിച്ചു വരുന്നവർക്കും അതേപോലെ ചോദിക്കാത്തതുകൊണ്ട് കിട്ടാത്തവർക്കും എല്ലാവരുടെയും അവകാശമാണ്. ആ അവകാശം ചോദിക്കൽ യാചനയാവോ മൗലവിമാരെ? എന്നാ പിന്നെ വാടക വാങ്ങുന്നൊക്കെ യാചനയാവൂലേ? അവകാശമല്ലേ? അവകാശം വാങ്ങുന്നൊക്കെ യാചനയാ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് മനസ്സിലായത്? അത് യാചനയല്ല, അവർ അവകാശം വാങ്ങാൻ. ഈ അവകാശം അത് വാങ്ങാൻ അവര് നിശ്ചയിക്കാതെ അവരുടെ അവകാശം വാങ്ങാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? പാവപ്പെട്ടവരുടെ അവകാശം വാങ്ങാൻ വേണ്ടി അവര് നിശ്ചയിക്കാതെ അവരുടെ അവകാശം പോയി പണക്കാരോട് വാങ്ങാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ആര് തന്ന അധികാരമാണെന്നാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ മുമ്പിൽ നിങ്ങൾ വിശദീകരിക്കേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ അധികാരം മതത്തിൽ ഇല്ലേ ഇല്ല, ഇസ്ലാം മതത്തിൽ ഇല്ലേ ഇല്ല. ജമാഅത്തെ ഇസ്ലാമിയിലും മുജാഹിദിലൊക്കെ ഉണ്ടാവും, കാരണം അവർക്ക് ഇസ്ലാമില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കതിന് അവകാശമില്ല. ഇനി